ഏതാണ്ട് 100 ദിവസത്തെ ഹൈന്ദവ ജനതയുടെ നാമജപ സങ്കീർത്തനവും അതുപോലെ തന്നെ അയ്യപ്പൻ വിളക്ക് മകരസംക്രാന്തി ദിവസം കോടിക്കണക്കിന് ജനങ്ങൾ, കോടിക്കണക്കിന് വിളക്കുകൾ ലക്ഷക്കണക്കിന് വീടുകളിൽ വെക്കുകയുണ്ടായി. ഈ അവസരത്തിൽ ഒന്ന് മാത്രം അപേക്ഷിക്കുന്നു. എല്ലാ നിയമപാലകരോടും, എല്ലാ അഡ്വക്കേറ്റുമാരോടും, പോലീസുകാരോടും, ഭരണാധികാരികളോടും, ജില്ലാ കളക്ടർമാരോടും, ഈ ഭരണചക്രം തിരിച്ച എല്ലാ വിഭാഗക്കാരോടും ഒരു ചോദ്യം. നിങ്ങൾ ഈ കഴിഞ്ഞ തുലാമാസം 1-ാം തീയതി മുതൽക്ക് ഇന്നലെ രാത്രി 8 മണിക്ക് മകരസംക്രാന്തിക്ക് ശബരിമല അയ്യപ്പൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് മകരജ്യോതിസും മകരവിളക്കും നക്ഷത്രവുമെല്ലാം കണ്ടവരും അതിനെ അവഹേളിച്ചവരും അതിനെതിരെ ഈ 100 ദിവസം പാവങ്ങളെ തല്ലി തകർത്തവരും ജയിലിലിട്ടവരും കേസെടുത്തവരും ആയിട്ടുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും സാധിക്കുമെങ്കിൽ ഇനിയുള്ള വിശ്രമ ദിവസങ്ങളിൽ ഈ 100 ദിവസങ്ങൾ നിങ്ങൾ എന്തെല്ലാമാണ് ചെയ്തത്, ആർക്കെതിരെയാണ് ചെയ്തത്, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒന്ന് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും എതിരെ നിങ്ങൾ ചെയ്യുമോ? ഹിന്ദുക്കൾ അസംഘടിതരായ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് മാത്രം പ്രാർത്ഥിച്ച ഹിന്ദുവിനെതിരെ മാത്രം ശബരിമല എന്ന ക്ഷേത്രത്തെ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു എന്ന കാരണത്താൽ, നാമം ജപിച്ചു എന്ന കാരണത്താൽ അവർക്കെതിരെ കേസെടുക്കുകയും ജയിലിലടയ്ക്കുകയും റിമാൻഡ് ചെയ്യുകയും എല്ലാം ചെയ്ത വ്യക്തികൾ, ഭരണാധികാരികൾ ഉൾപ്പെടെ, ഇനി നിങ്ങൾക്ക് പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് 1 മണിക്കൂറെങ്കിലും വിശ്രമിക്കുന്ന സമയത്ത് കഴിഞ്ഞ 100 ദിവസങ്ങളിൽ ഈ രാഷ്ട്രത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാരവാഹികളായ വാഹകരായ ഹൈന്ദവ ജനതയ്ക്കെതിരെ ചെയ്തത്, യുവാക്കൾക്കെതിരെ ചെയ്തത്, അവർക്കെതിരെ നിങ്ങൾ ചെയ്യിപ്പിച്ചത്, അതെല്ലാം ഒന്ന് ജീവിതത്തിൽ എന്നത്തേക്ക് മറക്കാൻ പറ്റാത്ത വിധത്തിൽ ഇന്നോ നാളെയോ മറ്റന്നാളോ ഒന്നിരുന്ന് ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾ എത്ര സമസ്താപരാധം ലോകത്തിലെ ഏത് ശക്തിയോട് പറഞ്ഞാലും ആ ശക്തി ക്ഷമിക്കാത്ത വിധത്തിൽ ചെയ്തു കൂട്ടിയ ദുഷ്കർമ്മത്തിന് പ്രായശ്ചിത്തമില്ല എന്ന് കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുക. ആരും കക്കാൻ വേണ്ടിയല്ല, സ്വയം അവാർഡ് കിട്ടാൻ വേണ്ടിയല്ല, പേരും പ്രസിദ്ധിക്കും വേണ്ടിയല്ല, ഈ ഹൃദയം നിറച്ചും ആരാധിക്കുന്ന ശബരിമല ധർമ്മശാസ്താവിൻ്റെ അനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം സമയവും ഊർജവും സമ്പത്തും അതുപോലെ തന്നെ അറിവും ഉപയോഗിച്ച വ്യക്തികൾ, ജീവിതം വരെ തൃണവൽഗണിച്ചു പോയ വ്യക്തികളെ തല്ലിച്ചതച്ചതും കേസെടുത്തവരുമായി കൂടെ നിന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഭരണാധികാരികളും ഒന്ന് കുറച്ച് സമയം കിട്ടുമ്പോൾ ചിന്തിക്കുക. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുൾപ്പെടെ ഒന്ന് ചിന്തിക്കുക. കഴിഞ്ഞ 100 ദിവസം ചെയ്തു കൂട്ടിയ മഹാപാപഭാരത്തിൻ്റെ പ്രായശ്ചിത്തം 5 ജന്മം കൊണ്ടെങ്കിലും നിങ്ങൾക്ക് പ്രായശ്ചിത്തമായി ചെയ്തു തീർക്കാൻ പറ്റുമോ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ ആ ചെയ്തു കൂട്ടിയ തിന്മയുടെ നരകയാതന അനുഭവിപ്പിച്ചിട്ടേ ജഗതീശ്വര നിങ്ങളെ തിരിച്ച് പരലോകത്തിലേക്ക് വിളിക്കാൻ ശ്രമിക്കാവൂ എന്ന് ജഗതീശ്വരനോടും ഭാരതമാതാവിനോടും ഋഷീശ്വരന്മാരോടും ഞങ്ങളും പ്രാർത്ഥിക്കാം. നിങ്ങൾ ചെയ്യേണ്ട പ്രായശ്ചിത്തം, ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത പ്രായശ്ചിത്തത്തിൻ്റെ കാഠിന്യം ഇനിയുള്ള വിശ്രമ ദിവസങ്ങളിൽ ചിന്തിക്കാൻ ജഗതീശ്വരൻ നിങ്ങൾക്ക് പ്രേരണ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം.